എത്താൻ പറ്റി. റോഡ് നല്ല ക്ലിയർ ആയിരുന്നു. പോലീസ് എല്ലാം നല്ല ക്ലിയർ ചെയ്തായിരുന്നു. ഇല്ല, ആദ്യമായിട്ടാണ്. ചേട്ടന്റെ പേര്? എൻ്റെ നസീർ. അവര് ഇപ്പോ ഇവിടെ ഈ ഹൃദയമാറ്റത്തിനുള്ള ആംബുലൻസ് ഡ്രൈവറുടെ പ്രതികരണം നസീർ എന്നാണ്. താൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഹൃദയവുമായി ആംബുലൻസ് അങ്ങനെ ഒരു വാഹനം ഓടിച്ചത് എന്ന് അദ്ദേഹം പറയുകയാണ്. വാഹനം റോഡിലൊരു തടസ്സവും ഉണ്ടായില്ല, എല്ലാം സജ്ജീകരണങ്ങളും ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിരുന്നു. നേരത്തെ തന്നെ പോലീസൊക്കെ എല്ലായിടത്തും പോലീസിനെ വിന്യസിച്ചിരുന്നു. അങ്ങനെ ആ തരത്തിലേക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ നിശ്ചയിച്ചതിലും നേരത്തെ തന്നെ ഹൃദയം എത്തിക്കാൻ കഴിഞ്ഞു എന്നതാണ്. 12 മണിയോടെ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുമെന്നുള്ളതായിരുന്നു ആദ്യം അറിയിച്ചത്. എന്നാൽ അത് വൈകി 1.5 മണിക്ക് ശേഷമാണ് അവിടെ നിന്ന് ഹൃദയവുമായുള്ള എയർ ആംബുലൻസ് പുറപ്പെട്ടത്. പക്ഷേ ഇപ്പോൾ ഇതാ ജനറൽ ആശുപത്രിയിലേക്ക് ഹൃദയം എത്തിച്ചിരിക്കുന്നു. അല്പസമയത്തിനകം ശസ്ത്രക്രിയ തുടങ്ങുകയല്ലേ ആൻമരിയ? അനുജ, തീർച്ചയായിട്ടും നിമിഷങ്ങൾ മാത്രം മതി ഇനി ശസ്ത്രക്രിയ തുടങ്ങുന്നതിന് വേണ്ടിയിട്ട്. അതിനുശേഷം അത് വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഡോക്ടർ ജോർജ് വാളൂരാന്റെ നേതൃത്വത്തിലുള്ള സംഘം അതിന് തയ്യാറായിരുന്നു. അവർ നേരത്തെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയതുമാണ്. കാരണം ഞാൻ ആദ്യമൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ സമയം ഒരു 12 മണിയാണ് ഏകദേശം കണക്ക് കൂട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള ഒരു ക്രമീകരണം ഇവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ അല്പസമയങ്ങൾക്ക് മുൻപ് ഈ ആംബുലൻസ് ഡ്രൈവർ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ സാധാരണ നിലയിൽ ഹയാത്തിൽ നിന്ന് ഇവിടേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് ഒരു 14 മിനിറ്റ് ദൂരമാണ്. പക്ഷേ ആ ദൂരമെല്ലാം കവർ ചെയ്തുകൊണ്ട് വെറും 4 മിനിറ്റുകൾ കൊണ്ടാണ് ഹയാത്തിൽ നിന്നും ജനറൽ ആശുപത്രിയിലേക്ക് ഹൃദയവുമായിട്ടുള്ള ആംബുലൻസ് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത്. അത് തന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. എത്രത്തോളം സജ്ജീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. അത് ഈ വഴിനീളെ ആ ഗതാഗത നിയന്ത്രണം മാത്രമല്ല, ആശുപത്രി കോമ്പൗണ്ടിനുള്ളിലാണെങ്കിൽ പോലും അതിനു വേണ്ടിയിട്ടുള്ള നിയന്ത്രണം അത് മണിക്കൂറുകൾക്ക് മുൻപേ തന്നെ ആ നിയന്ത്രണം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. മറ്റാളുകൾക്കൊന്നും യാതൊരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാത്ത രീതിയിലായിരുന്നു അത് ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നിമിഷങ്ങൾക്കുള്ളിൽ ശസ്ത്രക്രിയ ആരംഭിക്കും. ഇതിനോട് ഡോക്ടർമാരെല്ലാം ശസ്ത്രക്രിയ നടത്തുന്നതിന് വേണ്ടിയിട്ട് ആശുപത്രിക്കുള്ളിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ട്. മിനിറ്റുകൾ മാത്രം മതി ഇനി. അതിനുശേഷം ഏറെ നാളുകളായിട്ട് ദുർഗ കാത്തിരിക്കുന്ന ആ ഒരു നിമിഷത്തിനാണ് നമ്മളിപ്പോൾ ഇനി സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ദുർഗയെ സംബന്ധിച്ചെടുത്ത് നോക്കുകയാണെങ്കിൽ ഏറെ ഭയത്തോടു കൂടി കഴിഞ്ഞ നാളുകളാണ്. കാരണം ദുർഗ തന്നെ ഡോക്ടർ സൂപ്രണ്ട് തന്നെ പറയുന്നുണ്ടായിരുന്നു. കാരണം ദുർഗയോട് പലപ്പോഴായിട്ട് സംസാരിക്കുമ്പോൾ പോലും ദുർഗയ്ക്ക് ഒരു ഭയം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. കാരണം 24-ാമത്തെ വയസ്സിലാണ് ദുർഗയുടെ സഹോദരി മരണപ്പെടുന്നത്. അതോടൊപ്പം തന്നെ അമ്മയും ഈ സമാനമായിട്ടുള്ള അസുഖം ബാധിച്ചിട്ടാണ് മരണപ്പെടുന്നതും. അതായത് ജനിതക രോഗമാണുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു രോഗം ബാധിച്ച് മരണപ്പെടുന്നു. ആ ഒരു ഭയം ദുർഗയ്ക്ക് ഉണ്ടായിരുന്നു. ദുർഗയ്ക്ക് ആകെയുള്ളത് ഒരു സഹോദരനാണ്. ആ നേപ്പാളിലുള്ള അനാഥാലയത്തിൽ കഴിയുന്ന നിമിഷങ്ങളിലാണ് ദുർഗ കേരളത്തെക്കുറിച്ചും കേരളത്തിലുള്ള ആരോഗ്യ കേന്ദ്രത്തെക്കുറിച്ചും ഒക്കെ അറിയുന്നതും അതോടൊപ്പം തന്നെ വിജയകരമായിട്ട് പൂർത്തിയാക്കിയിട്ടുള്ള പല ശസ്ത്രക്രിയകളും ഹൃദയമാറ്റ ശസ്ത്രക്രിയകളെ കുറിച്ചൊക്കെ അറിയുന്നത്. ലിസി ആശുപത്രിയിലൊക്കെ ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ നടന്ന ശസ്ത്രക്രിയകൾ നമുക്കറിയാവുന്നതാണ്. നമ്മൾ തന്നെ അതിന് ഏറെ തവണ സാക്ഷ്യം വഹിച്ചതാണ്. ഈ ഒരു വർഷത്തിനിടയിൽ തന്നെയാണെങ്കിൽ പോലും എത്ര ശസ്ത്രക്രിയകൾ നടന്നിട്ടുണ്ട് എന്നതിന്റെ കണക്കുകൾ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കുന്നതാണ്. ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ദുർഗ ഏകദേശം ഒരു 8 മാസങ്ങൾക്ക് മുൻപ് കേരളത്തിലേക്ക് എത്തുന്നത്, ജനറൽ ആശുപത്രിയെ സമീപിക്കുന്നത്. അതിനുശേഷം ആശുപത്രിയിൽ ആദ്യഘട്ട ചികിത്സകളിലേക്ക് കടക്കുന്നു. പിന്നീട് ചികിത്സയുടെ എളുപ്പത്തിനെല്ലാം വേണ്ടിയിട്ട് ആശുപത്രിക്ക് അടുത്ത് തന്നെയുള്ള ഒരു താൽക്കാലികമായിട്ടൊരു വീട് കണ്ടുപിടിക്കുന്നു. ആ വീട്ടിലേക്ക് അവർ താമസം മാറുന്നു. അനിയനും കൂടെ ഉണ്ടായിരുന്നു. നേപ്പാളായിട്ടുള്ള ഈ അനാഥാലയത്തിലെ ഒരു മലയാളിയായിട്ടുള്ള യുവാവിന്റെ സംബന്ധിച്ച് ഇത് തിരികെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന നിമിഷം കൂടിയാണ്. അല്പസമയത്തിനകം തന്നെ കൊല്ലം ഇടവട്ടം സ്വദേശി ഷിബുവിന്റെ ഹൃദയം നേപ്പാൾ സ്വദേശിനിയായ ദുർഗയിലേക്ക് വച്ചുപിടിപ്പിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.